പിന്നെ അപ്പൊ ഈ അഭിനയത്തിന്റെ ഇടയ്ക്ക് പാട്ടും അതിന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചിലൊക്കെ കയറി പാടാനൊക്കെ തുടങ്ങി. പിന്നെ അതിന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നമ്മളെ റഫീഖ് സീലാട്ടിനെ അറിയില്ലേ? റഫീഖ് സീലാട്ട് ഇങ്ങനെ ഒരു ഫിലിമിന്റെ കോവിഡ് സമയത്താണ് നമുക്കൊരു ഫിലിം മകനെ വെച്ചിട്ട് ചെയ്തു, ജാക്കി ഷെരീഫ് എന്ന് പറഞ്ഞു. നിനക്ക് നല്ല റോളാണ്, നീയാണ് അതിലെ മെയിൻ ഒരു അവന്റെ ഫ്രണ്ടിൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ പടം ചെയ്തു. അത് തിയേറ്ററിൽ ഇറങ്ങിയില്ല എന്നുള്ളൂ, യൂട്യൂബിലുണ്ട്. പുള്ളിന്റെ ഇതിലുണ്ട്. പിന്നെ അത് OTT പ്ലാറ്റ്ഫോമിലാണ് കൊടുത്തത് ആദ്യം. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, അത് OTT ആദ്യം കൊടുത്തു, പിന്നെ അത് എനിക്ക് ടെലിഗ്രാമിലൊക്കെ, പിന്നെ യൂട്യൂബിൽ ഇട്ടു. ജാക്കി ഷെരീഫ് അതിൽ ചെയ്തിട്ടുണ്ട്, മെയിൻ റോളുണ്ട് അതിൽ, അവന്റെ ഫ്രണ്ടായിട്ട് ഓട്ടോറിക്ഷക്കാരനായിട്ട് കൊടുത്തിട്ട്. പിന്നെ ഈ പറഞ്ഞ 2000 കുവൈറ്റിൽ പോകുന്നു, പിന്നെ വരുന്നു, കല്യാണം കഴിയുന്നു. 2005 ആണ് വന്നത്, 4 വർഷം നിന്നിട്ടാണ് വന്നത്. അവിടെ പിന്നെ ട്രൂപ്പിലൊക്കെ സജീവമായിരുന്നു. വന്ന് അവിടെ പ്ലേബാക്ക് സിംഗേഴ്സ് ഇപ്പൊ അഫ്സൽ ഒക്കെ വന്നാലും ഈ പറഞ്ഞ പോലെ അഫ്സലിക്കൊക്കെ ശരിക്കും നിങ്ങളൊക്കെ ഏകദേശം ഒരേ ഒരു ഒരുമിച്ചൊക്കെ ആയിരിക്കും പാട്ടൊക്കെ. ഞാനും ഇതുപോലെ ട്രൂപ്പിൽ പോകുന്ന സമയത്ത് അഫ്സൽ ഇതുപോലെ CAC അങ്ങനെ പല ട്രൂപ്പുകളിൽ അഫ്സൽ പാടി ഇറക്കണതാണ്. ഞങ്ങളതുപോലെ നെയ്ബേഴ്സാണ്, പിന്നെ നല്ല ഫ്രണ്ടാണ്. അവരൊരു കുടുംബം മുഴുവനും പാട്ടുകാരാണ്. തീർച്ചയായിട്ടും സാറ് അഫ്സൽ അടുത്ത തലമുറയും പാട്ടിലേക്ക് വന്നിട്ടുണ്ട്. എല്ലാവരുമായിട്ടും നമുക്ക് നല്ല കണക്ഷൻ ഉള്ളത്, ഫാമിലിപരമായിട്ടും നല്ല കണക്ഷനാണ് എല്ലാവരുമായിട്ടും. അപ്പോൾ പിന്നെ കുവൈറ്റിൽ നിന്നൊക്കെ ഞാൻ നിർത്തി പോകുന്നതിന് ശേഷമാണ് പിന്നെ ഇവിടെ മറ്റുള്ള ഫ്ലാറ്റിൽ ഇങ്ങനെ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിലോട്ടൊക്കെ ജോലിക്ക് കയറി. പിന്നെയാണ് ആൽബം പരിപാടിയിലേക്ക്. ആൽബം ഇവിടെ തന്നെ ഞാൻ ചെയ്തതാണ്. എനിക്ക് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എനിക്ക് സ്വന്തമായിട്ട്. എനിക്കൂടെ ആ ആൽബത്തെ കുറിച്ച് പറയാം. അത് അന്ന് ഈ പറഞ്ഞ പോലെ TV ചാനലിലൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, പക്ഷെ ആരാണ് അതിന്റെ പിന്നിലുള്ളത് ആൾക്കാർക്ക് അറിയില്ല. അത് ഏതാണ് ആൽബം? ഫസ്റ്റ് ആൽബം മേഘമായി എന്ന് പറഞ്ഞിട്ട്, ആൽബത്തിന്റെ പേര് മേഘമായി. ഫസ്റ്റ് ആൽബം മേഘം. അതെൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ മനസ്സിലിങ്ങനെ ഓരോ വരികൾ വരും, ചിലപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴായിരിക്കും, നടക്കുമ്പോഴായിരിക്കും, അങ്ങനെയൊക്കെ ഓരോ വരികൾ. ആ വരികൾ ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ ഞാൻ നല്ല നല്ല വരികൾ വന്നപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങി, എഴുതി ഇങ്ങനെ വെക്കാൻ തുടങ്ങി. അപ്പോൾ നമ്മളെങ്ങനെ ഇത് ചെയ്യും, അങ്ങനെ കുറേ ഒന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫസ്റ്റ് 1-2 പാട്ട് ഞാൻ ഇവിടുന്ന് ചെയ്തിട്ടുണ്ടായി. അതിനുശേഷം ഞാൻ കുവൈറ്റിലോട്ട് പോയപ്പോൾ അവിടെ ഇരുന്നിട്ട് ഞാനിങ്ങനെ ചെയ്ത് പാടും. പല എഴുതും മ്യൂസിക്കും ചെയ്യും. ഞാൻ തന്നെ മ്യൂസിക് ചെയ്തുകൊണ്ട് അതിൻ്റെ ട്യൂൺ ഇട്ടുകൊണ്ട് തന്നെ ഞാൻ പാടി. പല എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ പാടിയപ്പോൾ എന്നോട് എല്ലാവരും പറയടാ ഇത് ഭയങ്കര സംഭവമല്ല, നീ ഇതെന്ത് ഏതിലെ പാട്ടാന്നൊക്കെ അവർ ആദ്യം ചോദിക്കും. ഞാൻ സ്വന്തമായിട്ട് ഞാൻ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ നാട്ടിൽ പോയിട്ട് ഒരു ആൽബം ചെയ്യും, എൻ്റെ ഒരു ആഗ്രഹമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുള്ള സാമ്പത്തികം ഞാൻ റെഡിയാക്കണം എന്നൊക്കെ പറയുന്നപ്പോൾ അങ്ങനെയാണ് ഈ അവിടെ വെച്ചിട്ട് കൊച്ചിക്കാരനായ ഒരു സാബു ചേട്ടനെ കാണാൻ ഇടയായി. പുള്ളി പറഞ്ഞ് നീ ചെയ്തോ, പൈസയൊക്കെ ഞാൻ മുടക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ 8 പാട്ടുണ്ടായിരുന്നു. പുള്ളി ഞാൻ വെക്കേഷൻ വന്നപ്പോൾ കല്യാണം ഒക്കെ കഴിക്കാൻ വേണ്ടി വന്ന സമയത്ത് പിന്നെ പുള്ളി ക്യാഷൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന് നമ്മൾ ഷക്കീർ ഖാനെ കൊണ്ട്, അഫ്സലിൻ്റെ ചേട്ടൻ ഷക്കീർ ഖാനെ കൊണ്ട്, അന്ന് ഷക്കീർ ഖാൻ ചുള്ളിക്ക ഭാഗത്താണ് പനയപ്പിള്ള താമസിച്ചിരുന്നു, കൊടുത്ത് നമുക്കിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ എല്ലാം നമുക്ക് റെഡിയാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മധുബാലകൃഷ്ണൻ ഓരോരോ പാട്ടുകൾ, ഒരു പാട്ട് ശരിക്കും അന്ന് ഉമ്പായിക്കാന, അങ്ങനെ ഉമ്പായിക്കാന ഞാൻ ഗൾഫിൽ വെച്ച് കേട്ടാണ്. എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ മദറിൻ്റെയൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനെ കുറിച്ച് കേട്ടറിവ് കിട്ടണം എനിക്ക് കുവൈറ്റിൽ നിന്നാണ്. മറ്റുള്ള തൃശ്ശൂരുകാരും കോഴിക്കോടുകാരൊക്കെ പുള്ളിനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു കലാകാരൻ എനിക്കൊരു അഭിമാനമല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു ആ പാട്ട് വായിക്കാനെ കൊണ്ട് നമുക്ക് പാടിക്കും, ഒരു ഗസൽ മോഡൽ ചെയ്യണ പാട്ടാണ് അത്. അവണിപ്പൂന്തിങ്കളേ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പോൾ അന്ന് വിചാരിതമായിട്ട് നമുക്ക് നമ്മുടെ ആ സിറ്റുവേഷനിലും ആ തിരക്കിൻ്റെ ഇടയിലൊക്കെ വായിക്കാനെ കോൺടാക്ട് ചെയ്യാനും പിടിക്കാനും പറ്റില്ല. അങ്ങനെയാണ് പിന്നെ ആ പാട്ട് മധുബാലകൃഷ്ണൻ കൊണ്ട് പാടിപ്പിക്കണം. 8 പാട്ട് നമ്മൾ ഭംഗിയായിട്ട് ചെയ്തു. ഞാനിതിൻ്റെ കോപ്പിയും കൊണ്ട് ഇവരെല്ലാം വന്ന് നല്ല സഹകരിച്ചു. മധുബാലകൃഷ്ണൻ്റെ രസം എന്ന് വെച്ചാൽ പുള്ളി അത് പാടിക്കേണ്ട. അത് ഏത് വർഷമാണ്? അത് 2005 ഞാനിവിടെ വന്നത്. അതിനുശേഷമാണ് 2005 നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വർഷം തന്നെയാണ് ചന്ദ്രമുഖിയൊക്കെ ഇറങ്ങി, ആശാ ഭോസ്ലെയുടെ കൂടെ പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിട്ട്. അപ്പോൾ മധുബാലകൃഷ്ണൻ്റെ പാട്ട് കഴിഞ്ഞിട്ട് പുള്ളി ആ ലിറിക്സ് എന്നോട് ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ എടുത്തോളാൻ പറഞ്ഞു. പുള്ളി ആ ലിറിക്സ് കീറിയെടുത്തിട്ട് പുള്ളി പോയിട്ട് ഞാനും എയർപോർട്ടിൽ തിരിച്ചു പോകാൻ നോക്കുമ്പോൾ പുള്ളിയും വൈഫും കൂടി എയർപോർട്ടിൽ നിൽക്കണം. മധുബാലകൃഷ്ണനും വൈഫും കൂടി എന്നെ കണ്ടോടുകൂടി 2 പേരും കൂടെ ഓടി വന്നു. എന്നോട് പറഞ്ഞു ഇത് നവാസ്, ഇന്നലെ പുള്ളീൻ്റെ പാട്ടാണ് ഞാൻ പാടിയത് എന്നൊക്കെ പറഞ്ഞു. അത് 2 ദിവസത്തെ ഗ്യാപ്പ്, പുള്ളീൻ്റെ പാട്ടാണ് ഞാൻ പാടിയത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പരിചയപ്പെട്ട്. അവർ UK പോകണമായിരുന്നു പ്രോഗ്രാമിനായിട്ട്. അങ്ങനെ ഞാനിത് കുവൈറ്റിൽ ചെന്ന് അവിടെ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനാണ്. അവിടെ ഷൂട്ട് ചെയ്യണമെങ്കിൽ നല്ലൊരു എമൗണ്ട് വരും അവിടുത്തെ ഇതൊക്കെ അനുസരിച്ച്. പിന്നെ അത് ഓരോ കാരണങ്ങൾ, അതിനുവേണ്ടി ഒരുപാട് ചർച്ചകളും മീറ്റിങ്ങൊക്കെ ആയിരുന്നു. പക്ഷെ അത് എൻ്റെ ഉള്ളിൽ ആദ്യമായിരുന്നു
ഇതെങ്ങനെയും ഒന്ന് ഇറക്കണം 8 പാട്ടും വിഷ്വലൈസ് ചെയ്യണം. ഏറ്റവും വിഷ്വലൈസ് ചെയ്യാനുള്ള പ്ലാനിലാണ്. അവിടെ ഒരു ഡാൻസ് മാസ്റ്റർ പുള്ളിയും ഒക്കെ വന്ന് കുറേ കഴിഞ്ഞപ്പോൾ സാബു ചേട്ടൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പുള്ളി പറഞ്ഞ് വാസം എനിക്കിപ്പോൾ പറ്റൂലടാ, ഞാൻ ആകെ ഒത്തിരി വീട്ടിലെ ഫാമിലി കുറച്ച് പ്രശ്നമുണ്ട്, അപ്പം നീ ഒരു കാര്യം ചെയ്യാൻ എനിക്ക് ആ പൈസ അങ്ങോട്ട് റിട്ടേൺ അടിക്കും, ഞാൻ ഇവിടെ നിന്ന് കൊടുക്കും ഇത്തരം ക്യാഷ്, എനിക്ക് വല്ലാത്ത മാനസികമായി ഇതായി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയി. അപ്പോൾ അളിയനൊക്കെ അറിയാം ഞാൻ പാട്ടുകാരനാണെന്നൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വൈഫ് ബ്രദറിനോട് പറഞ്ഞിങ്ങനെ, അപ്പോൾ എന്നോട് പറഞ്ഞു അളിയൊരു കാര്യം ചെയ്യും, അതിൻ്റെ ഡെമോ ഒന്ന് അയക്കുന്നു പറഞ്ഞു. അയച്ചു കൊടുത്തപ്പോൾ അവനും എൻ്റെ ഫ്രണ്ട് കൂടി കേട്ടിട്ട് പറഞ്ഞു നമുക്ക് ചെയ്താലോ, നമ്മൾ അളിയൻ രക്ഷപ്പെടട്ടെ. പുള്ളി അങ്ങനെ ഇതിൽ നമുക്ക് കാശിൻ്റെ അല്ല, പുള്ളിക്ക് ഇത് ഇറങ്ങിയാൽ ക്ലിക്കാവുന്നുള്ളത് സംഭവം അവർ എടുത്ത് അവർ പ്ലാൻ ചെയ്ത് അവർ ആ ക്യാഷൊക്കെ അവർ പുള്ളിക്ക് കൊടുക്കാനുള്ള ഏർപ്പാടൊക്കെ ചെയ്ത് അതെല്ലാം ഓക്കെ ആയി. എന്നിട്ട് ഇവർ ഒരു പാട്ട് അതിൽ വിഷ്വൽ ചെയ്തു. അപ്പോൾ ആദ്യം ചെയ്ത പാട്ട് ജോത്സ്ന പാടിയ പാട്ടാണ് ചെയ്തത്. അളിയൻ്റെ ഫ്ലാറ്റിൽ തന്നെയുള്ളൊരു പെൺകുട്ടീനെ വെച്ചിട്ട് ചെയ്തു. പക്ഷെ അപ്പോൾ വിഷ്വലൈസിൽ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ വന്നുകൊണ്ട് അന്ന് ദീപനാണ് ഡയറക്റ്റ് ചെയ്തത്. പുതിയ മുഖം ഫിലിമിൻ്റെ ദീപനാണ് പുള്ളി. അന്ന് പുതിയ മുഖം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ പുള്ളി അത് കറക്റ്റാണ്. പുള്ളി അപ്പോൾ എന്നെ വിളിച്ചിരുന്നു, പുള്ളി കുവൈറ്റിലോട്ട് എന്നെ വിളിച്ചു, നവാസ് എന്താണ് ആ പാട്ടിൻ്റെ ഒരു ഇത് കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഞാൻ പുള്ളിയായിട്ട് ഫസ്റ്റ് കോണ്ടാക്ട് സംസാരിക്കുന്നത് കേട്ടോ. ആ പാട്ട് പിന്നെ അതിലെന്ന് വെച്ചാലേ ഓണത്തിനൊക്കെ വരെ ഇറക്കാൻ പറ്റിയൊരു സാധനമാണ് ചിങ്ങനിലാവിൽ എന്നുള്ള വാക്കുകളൊക്കെ. ചിങ്ങനിലാവിൽ ചന്ദനം ചാർത്താം, നല്ല രസമാണ് പാട്ട്. അത് എഴുതിയത് കുവൈറ്റിലുണ്ടായിരുന്ന എൻ്റെ ഒരു ഫ്രണ്ടാണ്. ആ ഒരു പാട്ട് മാത്രം പുള്ളിൻ്റെ കുറേ എഴുതുമായിരുന്നു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ വെറുതെ എനിക്കിഷ്ടമായി, ഞാൻ കൊണ്ടുപോകണത് ഞാൻ എൻ്റെ ആൽബത്തിൽ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പുള്ളിയാണ് അവനെ ചെയ്തത്. ബാക്കി ട്യൂണൊക്കെ ഞാൻ ചെയ്തത്. അപ്പോൾ ആ പാട്ട് പിന്നെ അമ്മ ശരിയാവണ്ടേ. അപ്പോൾ നൂറുദ്ദീൻ ബാവ എൻ്റെ വൈഫിൻ്റെ അമ്മാവൻ്റെ അളിയനാണ്. നൂറുദ്ദീൻ ബാവനെ അറിയില്ലേ, ഇപ്പോഴത്തെ ഫിലിമിലൊക്കെ പുള്ളിയാണ് ക്യാമറയൊക്കെ ചെയ്യണം പല ഫിലിമിൽ. നൂറുദ്ദീൻ ബാവ പറഞ്ഞ് അത് നമുക്കൊരു പണി, നമുക്ക് അടുത്തൊരു പാട്ട് നന്നായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ പാടിയ പാട്ട്. അതിൽ തന്നെ മേഘമായിൽ പെണ്ണെ കരിമീഴിയുടെ കണ്ണ് എന്നുള്ള പാട്ട് എടുക്കണം. അങ്ങനെ അത് അവർ വിഷ്വൽ ചെയ്യാൻ പ്ലാൻ ചെയ്തു. 1 ലക്ഷം രൂപ പ്ലാൻ ചെയ്യാൻ വിഷ്വൽ. അങ്ങനെയാണ് ഇവർ മമ്മാസുമായിട്ടുള്ള കണക്ഷനിൽ പാപ്പി അപ്പച്ച ഫിലിം ഡയറക്റ്റ് ചെയ്തത്. മമ്മാസിൻ്റെ എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഇതാണ് ചെയ്തത്. അതിനുശേഷമാണ് ആദ്യമായിട്ട് ഫിലിം ചെയ്യണത് പാപ്പി അപ്പച്ച. മമ്മാസ് കൊള്ളാലത് നമുക്ക് ഭംഗിയായിട്ട് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് ഒരു മോഡൽ ഒരു പെൺകുട്ടീനെ കൊണ്ടുവന്ന് ഇവർ എറണാകുളത്തും പിന്നെ കാഞ്ഞിരപ്പുഴ ഡാം മണ്ണാർക്കാടൊക്കെ ആയിട്ട് ഈ ഫസൽ ഖാൻ്റെ കൂടുതലുള്ള അളിയുടെ ഫ്രണ്ട് ഫസൽ ഖാൻ പുള്ളി അമേരിക്കയിലായിരുന്നു. പുള്ളിയുടെ ഫ്രണ്ടൊക്കെ ആയിട്ട് ആ ഫാമിലി ആ വീട്ടിലൊക്കെ വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് സംഭവം അവർ ഇറങ്ങി കഴിഞ്ഞപ്പോൾ സംഭവം ആ പാട്ട് നല്ല ക്ലിക്കായി. ആ ഒരു 2-3 വർഷം അതങ്ങനെ ഈ പെണ്ണെ കരിമിഴിയുടെ കണ്ണെ കുറുക്കുത്തി മുല്ലപ്പൂവേ മനം കവർന്നു വാ എന്നുള്ളൊരു പാട്ടാണ്. അതായത് ഒരു റൊമാൻറ്റിക് സോങ്ങാണ്. അപ്പോൾ അതിൻ്റെ മൂക്കത്തിരി അടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഉറങ്ങിയിട്ടില്ല, ദിവസമായിട്ട് ഉറങ്ങിയില്ല പ്രോഗ്രാമിൻ്റെയൊക്കെ. അപ്പോൾ അത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കുവൈറ്റിൽ ഉണ്ട് ആ സമയത്ത്. അപ്പോൾ ഷൂട്ടിങ്ങിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ കാര്യമൊക്കെ എന്നെ വിളിച്ച് പറയാറുണ്ട്. ഇത് ഇറങ്ങി സംഭവം ഇവർ പോയി അതിൻ്റെ കോപ്പിറൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെല്ലാം ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഡ്യൂ ഡ്രോപ്സിലാണ് വന്നത് ഫസ്റ്റ് ചാനലിൻ്റെ കാര്യം. കുവൈറ്റിലുള്ള എൻ്റെ 1-2 ഫ്രണ്ട്സ് ഒക്കെ പാട്ടുകാരും കലാകാരന്മാരും അവരെന്നോട് പറഞ്ഞു ഓസ്കാറിൻ്റെ പാട്ട് ഇന്നലെ ടി വിയിലുണ്ടായിരുന്നു കേട്ടോ, മേഘമായി നല്ല രസം പാട്ടാണല്ലോ, ഞങ്ങളൊക്കെ ഇന്നലെ ഭയങ്കര അടിപൊളി പാട്ടാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി, നമുക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായി. കാരണം നമ്മൾ ഏറ്റവും വലിയൊരു ആഗ്രഹം ജീവിതത്തിലാണ് ഒരു ആൽബം ഇറക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് അവിടെ അങ്ങനെ പേപ്പറിലൊക്കെ വന്ന് ഞാൻ ആ പേപ്പറൊക്കെ എൻ്റെ ബുക്കൊക്കെ ഇപ്പോഴും കുവൈറ്റിൽ വന്ന് മേഘമായി അദ്ദേഹം ലോകം കീഴടക്കും അത് ഇപ്പോഴും ഇരിപ്പുണ്ടായി. ഞാനൊരു ദിവസം ഫേസ്ബുക്കിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഭയങ്കര സംഭവമൊക്കെ. പിന്നെ നാട്ടിൽ വന്നതിനപ്പോൾ ഇതിൻ്റെ CD ഒക്കെ എടുത്ത് വൈഫ് എനിക്ക് തന്നെയാണ് ഇതാണ് അറിയാം. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ച് ഭയങ്കര സംഭവം. അപ്പോൾ ഈ CD ഇത്രയും നമുക്ക് പെട്ടെന്ന് സ്ട്രക്കാവാൻ കാരണം പാട്ട് ക്ലിക്കായി. ഞാൻ നാട്ടിൽ വരുമ്പോൾ പല ആൾക്കാരും ഈ പാട്ട് കരോക്കെയൊക്കെ ഇട്ട് പാടിയുന്നുണ്ട്. അതിനെ തന്നെ 2 കരോക്കെ ഉണ്ട്, 2 ട്രാക്ക് ഉണ്ട് ഈ CD തന്നെ. തച്ചങ്കേരിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ CDയുടെ വ്യാജ CD. അവിടെ അത് പിന്നെ നിർത്തലായല്ല. ആ സമയത്താണ് നമ്മൾ ഇറക്കി കഴിഞ്ഞപ്പോൾ ഇറക്കിയിൽ ഒരു 10,500 CD ടക്കിന് ചിലവായി. പിന്നെ അങ്ങോട്ട് മൂവിങ് ആയില്ല. പക്ഷെ പാട്ട് ക്ലിക്കാവുകയും ചെയ്തു. ഇവിടെ വന്നതിനപ്പോഴാണ് പിന്നെ ഇവർ വഴി
വി ചാനൽ വരെ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് എന്നെ വിളിപ്പിച്ച് ഈ ആൽബത്തിനെ കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി ചെയ്ത് ഒരു പാട്ടൊക്കെ പാടി അങ്ങനെ. അപ്പോൾ പിന്നെ ഒന്നുകൂടി എല്ലാവർക്കും എന്നെ ഒന്ന് പരിചയമാകാൻ തുടങ്ങി. ആ കാലഘട്ടത്തിൽ ഒരു പരിചയമാകാൻ തുടങ്ങി. പിന്നെ എൻ്റെ വീട്ടിലൊക്കെ പല ഫ്രണ്ട്സും കാര്യങ്ങളും പല എഴുത്തുകാരും കൊച്ചി തന്നെ ഉള്ളവർ പലരും വരാൻ തുടങ്ങി. നവാസേ നമുക്ക് കുറച്ച് വരികളുണ്ട്, ഒന്ന് ട്യൂണാക്കി തരണം, അല്ലെങ്കിൽ നവാസ് ചെയ്ത് തരണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോഴും ഉണ്ട് കുറേ പേര് തന്നതൊക്കെ അങ്ങനെയൊക്കെ. പക്ഷെ ആ സമയത്തൊക്കെ പിന്നെ ആ മൂഡ് പോയി. പിന്നെ വീട്ടിൽ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അടുത്തൊരു ജോലി വേണമല്ലോ, പാട്ട് മാത്രം കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. പിന്നെ ഒരു ട്രൂപ്പിൽ കയറാമെന്ന് പറഞ്ഞാൽ ഒരു പോസിബിൾ അല്ല. കാരണം കലാഭവനിലൊക്കെ ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ പെർമനൻ്റ് ആയിട്ട് അവിടെ തന്നെ ഫുൾ ടൈം അവരായിരിക്കും, നമുക്ക് ഫ്രീ ലാൻഡ് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഞാനൊക്കെ ഇവിടെ ഓർക്കസ്ട്രയിൽ പാടി തെളിഞ്ഞാണ് നമ്മൾ പോയത്. പക്ഷെ തിരിച്ച് നിർത്തി വന്നപ്പോൾ ഇവിടെ പിന്നെ കരോക്കെ ആയി, ഓർക്കസ്ട്ര ഫുൾ കരോക്കെ സിസ്റ്റങ്ങളായി. പിന്നെ ആ റൂട്ടിൽ കൂടെ ഞാനും അങ്ങോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ ഒരു സമയം എടുത്ത് പിടിച്ചങ്ങോട്ട് വരാൻ. പിന്നെ പിടിച്ച് കഴിഞ്ഞപ്പോൾ നോ പ്രോബ്ലം. ഇപ്പോൾ നമുക്ക് ഒരു പിടിച്ച പിടിയായാലും നിൽക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഊബർ പരിപാടിയിലേക്ക് തിരിഞ്ഞ് കുറച്ച് വർഷമായി. അപ്പോൾ ഇത് ശരിക്കും പറയാൻ അത് വരാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇനി ഫാദറിൻ്റെ ഫീൽഡിലോട്ട് വീണ്ടും ഇറങ്ങാൻ വേണ്ടി ഞാൻ പലതവണ ശ്രമിച്ചപ്പോൾ പണ്ടത്തെ ഒരു ബിസിനസ് രീതിയല്ല. ഇപ്പോൾ നല്ലൊരു എമൗണ്ട് കയ്യിൽ വേണം. അന്ന് ഫാദർക്ക് ബിസിനസ് ചെയ്യുമ്പോൾ അത്ര എമൗണ്ട് കയ്യിൽ വേണ്ട. പക്ഷെ ഇന്ന് നമ്മളതിൽ ബൾക്ക് എമൗണ്ട് കയ്യിൽ വേണം, എന്നിട്ട് വേണം ഫീൽഡിലോട്ട് ഇറങ്ങാൻ. അപ്പോൾ മദറിനും വലിയ താല്പര്യം വേണ്ട മോനെ. കാരണം പുള്ളി ഇതിൽ നിന്നുണ്ടാക്കി ഇതിൽ നിന്ന് തന്നെ പോയതുകൊണ്ട് മദറിന് മാനസികമായിട്ട് ഉപ്പ മരിച്ചുകൊണ്ട് വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ. നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം, എന്തെങ്കിലുമൊക്കെ നോക്കാം അങ്ങനെ മറ്റുള്ള. അപ്പോൾ ഗൾഫിൽ നിന്ന് എൻ്റെ അളിയൻ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോൾ എനിക്കൊരു ചെറിയൊരു ഓപ്പറേഷൻ ചെവിൻ്റെ ഒരു പ്രോബ്ലം വന്നപ്പോൾ നിർത്തിപ്പോര്, നമുക്കിവിടെ ഒരു വർക്ക് റെഡിയാക്കിയിട്ടുണ്ട്, ഇവിടെ പോരുന്നു. ഫുൾ സപ്പോർട്ടാണ്. വൈഫിൻ്റെ ബ്രദേഴ്സും എൻ്റെ അളിയന്മാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എല്ലാവരും ഫാമിലി മൊത്തത്തിൽ എല്ലാവരും എനിക്ക് നല്ല സപ്പോർട്ടാണ്. അപ്പോൾ എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നാഗാർജുന കൺസ്ട്രക്ഷൻ കമ്പനിയിൽ NCC എന്നാണ് എൻ്റെ ഷോപ്പ്. അവരുടെ കൂടെ ഇവിടെ കയറി ഫസ്റ്റ് തേവരല്ല നമ്മൾ കൊച്ചു കടവന്തറയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു 4 ഫ്ലാറ്റ് നിൽക്കണം അപ്പാർട്ട്മെൻറ്റ്. വലിയ ഒരു ഫസ്റ്റ് പ്രൊജക്റ്റ് അതായിരുന്നു ഇവിടെ കേരളത്തിലാണ്. അവിടെ കയറി കെയർടേക്കറായിട്ട് കയറി അവിടെ നിന്ന് അങ്ങോട്ട്. അപ്പോൾ അവിടെ പിന്നെ പാട്ടിൻ്റെ ഇതൊക്കെ അറിയാൻ തുടങ്ങിയതോടുകൂടി പിന്നെ എല്ലാവരും അവരുടെ ഫംഗ്ഷനിൽ കമ്പനിയുടെ ഫംഗ്ഷനിൽ ഞാൻ മെയിനായി. പിന്നെ അവിടെ ഒരു സാറുണ്ട് ഗോപകുമാർ, പുള്ളി ഇപ്പോഴും ഉണ്ട്. പുള്ളി ഒരു കലാകാരനാണ്. പുള്ളീൻ്റെ ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പുള്ളി ഇപ്പോഴും നല്ല സപ്പോർട്ടാണ്. അങ്ങനെ പ്രോഗ്രാമൊക്കെ പോകാൻ പിന്നെ ഇൻഫോ പാർക്കിൽ വന്ന് അവിടെ നിന്ന് പിന്നെ ലേക്ക് ഷോർ നമ്മുടെ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൻ്റെ പുതിയ ബിൽഡിങ്ങൊക്കെ ഞങ്ങളാണ് ചെയ്തത്. അന്ന് ഞാനൊരു അസിസ്റ്റൻ്റ് അഡ്മിനാണ്. അങ്ങനെ അവിടെ നിന്ന് വന്ന് പിന്നെ ഈ ഇപ്പോൾ 2.5 വർഷമായിട്ടുള്ളൂ കമ്പനി അവർ ഇവിടെ നിന്ന് നിർത്താനുള്ള ഈ നമ്മളെ വൈറ്റിൽ മൊബിലിറ്റി ഹബ്ബൊക്കെ അവർ ചെയ്തതാണ് പുതിയ. അപ്പോൾ ഈ സമയത്തൊക്കെ ഞങ്ങളിവിടെ ഉണ്ട്. അപ്പോൾ പരിപാടിക്ക് പോകാൻ എനിക്ക് പരിപാടിക്ക് ഭയങ്കര സൗകര്യങ്ങളാണ്. ഒരുപാട് സപ്പോർട്ടുണ്ട്. GM ആയാലും എല്ലാവരും പ്രോഗ്രാമിനൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര സപ്പോർട്ടാണ്. ഈ കമ്പനി ഇവർ നിർത്തി പലരും വിടാൻ തുടങ്ങി, എല്ലാവരും പോകാൻ തുടങ്ങിയ ശേഷമാണ് ഞാൻ പിന്നെ അടുത്തൊരു ജോലിക്ക് ഞാൻ ശ്രമിച്ചെങ്കിലും പിന്നെ അത് നമ്മളെ ഈ പ്രോഗ്രാമിന് തടസ്സമാവുമെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എപ്പോഴും നമുക്ക് ഒരാൾ നമ്മുടെ സൗകര്യത്തിന് ഫ്രീ ആവാൻ പറ്റണില്ല. അപ്പോൾ ഇത് എനിക്ക് മാത്രമല്ല, ഇത് പല കലാകാരന്മാർക്കും അനുഭവിക്കും. ഇപ്പം ഞാനിപ്പോൾ ഈ ഇടയ്ക്ക് 2 ദിവസം മുമ്പ് സതീഷൻ പറഞ്ഞൊരു കലാകാരൻ്റെ കടവന്തറയിൽ ഫുള്ളി ഗസലിസ്റ്റാണ്. പുള്ളി എന്നോട് പറഞ്ഞ കാര്യം, ഞാനും പല ജോലിയും ക്യാൻസൽ ചെയ്യാൻ കാര്യം താമസമായ പ്രോഗ്രാമിൻ്റെ നമ്മളിങ്ങനെ ആയിപ്പോയി, നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് ചോദിച്ച് ഞാനൊരു ഓട്ടോ ഓടി അങ്ങനെ ഉണ്ടാവും. കുറേ ആലോചിച്ചിട്ടാണ്, പല ഫീൽഡും കഴിച്ചിട്ടാണ്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ അവൻ ആദ്യം ചിരിച്ച് പിന്നെ എന്നോട് പറഞ്ഞു, നവാസേ സീരിയസ് ആയിട്ട് പറയാനാണ്, നവാസിൻ്റെ ഈ ഫീൽഡിന് പറ്റിയതാണ് പ്രോഗ്രാമിന്. കാരണം സാധനങ്ങളൊക്കെ കൊണ്ടുപോവുകയും ചെയ്യാം, അതുമാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിർത്തണമെന്ന് വെച്ചാൽ നിർത്തി വീട്ടിൽ കയറാം, ഒരു കുഴപ്പമില്ല, ആരും ചോദിക്കാനും പറയില്ല, ഒന്നുമില്ല. ഞങ്ങൾക്ക് കൊള്ളാം, നല്ല ഐഡിയ ആണ്. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ വന്ന് വൈഫായിട്ട് സംസാരിച്ചിട്ട് പുതിയൊരു ഓട്ടോ ഇറക്കണം. ഇങ്ങോട്ട് ഇറക്കി. അപ്പോൾ തന്നെ പിന്നെ കോവിഡിൻ്റെ ഒരു ടൈമായി. കോവിഡ് വന്ന സമയത്ത് എൻ്റെ ഈ ബ്രദർ ഇവിടെ ഒരു നമ്മുടെ ടിംബർലാൻഡ് എന്ന് പറഞ്ഞ ഒരു വുഡിൻ്റെ ഇന്തോനേഷ്യയിൽ ഫാക്ടറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു, 5 പേരും കൂടി. ആ സമയത്ത് ഇവിടെ മാളികം പീഡിയ എന്ന് പറയും, ആലുവ പറവൂർ റൂട്ടിൽ അവർ ഗോഡൗൺ സ്റ്റാർട്ട് ചെയ്തു. ആ ഗോഡൗണിൽ എന്നെ ഫുൾ ഇൻചാർജായിട്ട് അവിടെ വിട്ട്. ഞാൻ ഈ ഓട്ടോ ആയിട്ട് തന്നെ പോകും, ട്രിപ്പ് കൊടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ ഇൻചാർജായിട്ട് ഫുൾ അങ്ങനെ കുറച്ചാൾ 1 വർഷം അങ്ങനെ ഉണ്ടായി. പിന്നെ കോവിഡ് പയ്യെ മാറിയതിന് ശേഷം അപ്പോൾ അവിടെ നിന്നിട്ട് ഞാൻ ഓട്ടോ അങ്ങോട്ട് ഒഴിവാക്കി. ഓട്ടോ ഞാൻ വിറ്റ് കളഞ്ഞു.
പിന്നെ വീണ്ടും അടുത്ത ജോലിയിലൊക്കെ കയറി, ഒരു മാർക്കറ്റിംഗ് കമ്പനിയിൽ കയറി. അത് അവർ ആളിയനൊക്കെ ഇവിടെ നിർത്തിക്കപ്പോൾ എന്നോ ഇന്തോനേഷ്യയിലോട്ട് കൊണ്ടുപോകുന്ന ഞാൻ പറഞ്ഞില്ല, അങ്ങോട്ട് ഇല്ല, കാരണം വേറെ ഒന്നുമല്ല, പ്രോഗ്രാംസും പരിപാടിയൊക്കെ. അപ്പോൾ ഓക്കെ, നാളെ എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ എന്ന് വെച്ചു. അങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്തൊരു മാർക്കറ്റിംഗ് കമ്പനിയിൽ കയറി. അപ്പോൾ വീണ്ടും വൈകുന്നേരം ഫ്രീ ആവണം, വീണ്ടും തോന്നി ഒരു ഓട്ടോ അങ്ങനെ പണയനെടുത്ത് കുറച്ചത് അത് ഓടി. കാരണം അതിൽ നിന്നൊരു വരുമാനം ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി, കാരണം അങ്ങനെ ഇതാക്കി. പിന്നെ അതിന് ശേഷമാണ് യൂബർ വരാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി, ഇപ്പോൾ യൂബർ ആകുമ്പോൾ കുറച്ച് സ്റ്റാൻഡേർഡായിട്ട് എല്ലാവരും യൂബറിലോട്ട് ഓൺലൈനായി, നമ്മളിപ്പോൾ എല്ലാം ഓൺലൈനായി തുടങ്ങിയില്ല. അപ്പം എനിക്ക് തോന്നി അതായിരിക്കും കുറച്ചുകൂടെ നന്നല്ല. അങ്ങനെ പിന്നെ ഒരു പുതിയ വണ്ടിയിലോട്ട് കടന്ന് പുതിയ വണ്ടി എടുത്ത് ഇപ്പോൾ ഫുൾ ടൈം ഞാൻ പ്രോഗ്രാം ഇല്ലാത്ത ദിവസങ്ങളിൽ കംപ്ലീറ്റ് ഓട്ടം തന്നെ. പ്രോഗ്രാം കൂടുതൽ വൈകുന്നേരങ്ങളൊക്കെ ആയിരിക്കും. ഇപ്പം അങ്ങനെയൊന്നുമില്ല, അതൊക്കെ മാറിയില്ലേ. ഇപ്പം ഇട ദിവസങ്ങളിലൊക്കെ ഒരു പരിപാടിയാണ്, ഒരു ചൊവ്വാഴ്ച പരിപാടി ഉണ്ടാവും, വൈകുന്നേരങ്ങളായിരിക്കും. പിന്നെ പകൽ ഇപ്പം ഇന്നലത്തെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ രാവിലെ ഉണ്ടായി രാത്രി ഉണ്ടായി, മിനിയാന്നും രാവിലെ ഉണ്ടായി രാത്രി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ പരിപാടിയൊക്കെ വരുന്നത്. ഓരോരുത്തർ ഇപ്പോൾ ഓരോ സൺഡേ എന്നോ സാറ്റർഡേ ഒന്നും ഇല്ല അവർക്ക്. ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ അവരൊരു ഇപ്പോൾ ഓണത്തിന് നമ്മൾ കണ്ടില്ലേ, ഏതിലെ ഇട ദിവസങ്ങളായിരിക്കും കൊണ്ട് വെക്കുന്നത്. സൺഡേ വെക്കൂല, കാരണം സൺഡേ മറ്റുള്ളവർക്ക് മറ്റുള്ള ആവശ്യങ്ങൾ വരുന്ന വെച്ചിട്ട് ഇട ദിവസം കൊണ്ടുപോകും. അപ്പം എന്താ പറഞ്ഞാൽ ഈ പരിപാടി ഇങ്ങനെ ഇപ്പോൾ കുറേ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ യൂബറിലോട്ട് ഇപ്പോൾ കടന്നേക്കണോണ്ട് അതിൻ്റെ ഒരു വരുമാനമായിട്ട് അങ്ങനെ പോകുന്നു. പിന്നെ ഈ പ്രോഗ്രാമിന് പോകണമെങ്കിലും യൂബറായിട്ട് പോകുള്ളൂ, ഓട്ടോറിക്ഷ ആയിട്ട് പോകുള്ളൂ. ലോങ് ആണെങ്കിലും കൂടുതൽ പരിപാടി വന്നാൽ ഇപ്പോൾ ലോങ് ആണ്. പെരുമ്പാവൂര്. ഈ കേരളം വിട്ടിട്ട് ഇപ്പോൾ പരിപാടികൾ എങ്ങനെയാണ് വരാറുള്ളത്? കേരളം വിട്ടിട്ട് പിന്നെ ഊട്ടിയിലുണ്ടായിരുന്നു, പിന്നെ ഊട്ടിയിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ ലാസ്റ്റ് പോയത് പിന്നെ കുറച്ച് അത്ര പിന്നെ ലോങ് പോയിട്ടില്ല. ഇത് തന്നെ കേരളത്തിലെ ലോങ്ങിൽ എല്ലായിടത്തും ഉണ്ട്. കാലിക്കറ്റ്, പിന്നെ കണ്ണൂർ, താമരശ്ശേരി, പിന്നെ ഈരാറ്റുപേട്ട, കേരളം മുഴുവനും, പിന്നെ ഈരാറ്റുപേട്ട, പിന്നെ പുനലൂർ, അങ്ങനെ പ്രോഗ്രാം അവിടെയൊക്കെ ഇപ്പോൾ കണക്ഷനായി. ഒരുപാട് ആൾക്കാരായിട്ട് കണക്ഷൻ ഉണ്ട്. അവർ അടുത്ത പ്രോഗ്രാമുകൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയിരിക്കും.